പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച 14 പേർക്കെതിരെ പോക്സോ കേസ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലുള്ളവരാണ് പ്രതികൾ. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് കുട്ടിയുമായി പ്രതികൾ ബന്ധം സ്ഥാപിച്ചത്. വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറയൂ. സരീഷ്, കേൾക്കാവോ? സരീഷ്, കേൾക്കാവോ? 2 വർഷമായി ഈ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ഈ സംഘം പീഡിപ്പിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളും ഒപ്പം തന്നെ ഈ കൗൺസിലിംഗിൽ രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം അറിയുന്നത്. ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടി ഡേറ്റിംഗ് ആപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇവരുമായി പരിചയപ്പെടുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷം മുൻപ് ആദ്യമായി കാസർഗോഡ് ഒരു സംഘം എത്തുകയും അതിൽ ഒരാൾ ഈ കുട്ടിയെ ലോഡ്ജ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയുമായിരുന്നു. പിന്നീടാണ് കോഴിക്കോട്, കണ്ണൂർ ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലെത്തി പലരും ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. നിലവിൽ 8 കേസുകളാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലാണ് ഈ 14 പേർക്കെതിരെ കേസെടുക്കുകയും 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ കുട്ടിയെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ എത്തിച്ചിട്ടും പീഡിപ്പിച്ചിട്ടുണ്ട്. 4 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വിവിധ ജില്ലകളിലും വിവിധ സ്റ്റേഷനുകളിലുമാണ് ഈ അന്വേഷണമുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു അന്വേഷണമുണ്ട്. അതോടൊപ്പം ഈ പ്രാദേശിക ചില പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഈ 14 വ്യക്തമാണ്. സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.